എന്റെ ഭാഗത്തു നിന്ന് നിനക്ക് തെറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ പറ സ്വാതി. നീ പറയാതെ ഞാൻ എങ്ങനെ അതറിയും? എന്നോട് പറയാൻ മനസ്സില്ലെങ്കിൽ നീ നിന്റെ അച്ഛനോട് അമ്മയോട് പറ. ഞാൻ അനുഭവിക്കുന്ന വേദന നീ ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. എന്ത് വേദനയാ സഞ്ജുവിനുള്ളത്? ഒന്ന് പറഞ്ഞേ. ഞാൻ കൂടെ ഇല്ലാത്തതോ? അത് വേദനയല്ലേ? വേദന തോന്നുന്നത് മനസ്സുള്ളവർക്കാ, ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക്. ചതിയും വഞ്ചനയായി നടക്കുന്നവർക്ക് വേദന തരാതരമായി പ്രയോഗിക്കാൻ മാത്രമുള്ള ഒരു അലങ്കാരമാ. സഞ്ജുവിനെ സംബന്ധിച്ചും വേദന അതിൽ കവിഞ്ഞൊന്നുമല്ല. മോനെ വെച്ച് സംസാരിക്കാതെ നിനക്ക് പറയാനുള്ളത് നീ തുറന്നു പറയണം. ഞാൻ പറഞ്ഞു തുടങ്ങിയ സഞ്ജുവിനത് താങ്ങാൻ കഴിയും. പക്ഷെ താങ്ങാൻ കഴിയാത്ത പലരും ഉണ്ട്. എനിക്കൊരു പുനർജന്മം തന്നവര് തന്നെ എന്നെ ചതിച്ചു. പ്രതികരിക്കാനുള്ള അർഹത പോലും എനിക്കില്ലാതെയായി. അമ്മുവിനെ എന്നെയും ചേർത്ത് കവിത വെച്ച് കഥകൾ ഉണ്ടാക്കാന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. നീ അത് വിശ്വസിക്കരുത്. ഓർമ്മ നഷ്ടമായ സമയത്ത് അവള് കാട്ടിക്കൂട്ടിയതൊന്നും അറിഞ്ഞുകൊണ്ടല്ല സ്വാതി. ആർക്കും ആരെയും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതാ സത്യം. കാണുന്നതും കേൾക്കുന്നതും അല്ല ഓരോ മുഖങ്ങളും. ആരെയും വിശ്വസിക്കരുതെന്ന പാഠം ഞാൻ പഠിച്ചു. പഠിക്കുന്ന കാലം മുതൽ തുടങ്ങിയ ബന്ധം നമ്മുടേത്. എന്റെ വീട്ടുകാർ നിന്നെയോ നിന്റെ വീട്ടുകാർ എന്നെയോ അറിയുന്നതിന് മുൻപ്, നീയും ഞാനും മുറപ്പെണ്ണും മുറച്ചിറക്കനാണെന്ന് അറിയുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ സ്നേഹിച്ചു തുടങ്ങിയവരാ. എന്നിട്ട് നിനക്കെങ്ങനെ നിന്നെ ഞാൻ ചീറ്റ് ചെയ്തെന്ന് പറയാൻ കഴിയുന്നു? എന്റെ മനസ്സിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും സ്വാതി. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് കൂട്ടായി തണലായി നീ ഉണ്ടാവണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കൂ. മനസ്സുകൊണ്ട് ഇതുവരെ മറ്റൊരു പെണ്ണിനെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്കതിന് കഴിയില്ല സ്വാതി. നെഞ്ച് പിളർന്ന് കാട്ടിത്തരാൻ എനിക്ക് കഴിയില്ല. അതിന് കഴിയുമായിരുന്നെങ്കിൽ എന്റെ ഹൃദയത്തിൽ നീ ഇരിക്കുന്നത് ഞാൻ കാട്ടിത്തന്നേനെ. നീ എന്നെ വിശ്വസിക്ക്. ഞാനിത് നിന്നോടല്ലാതെ വേറെ ആരോട് പറയാൻ? നീ എന്റെ കൂടെ വാ. നമ്മൾ പിണങ്ങുമ്പോഴൊക്കെ കോംപ്രമൈസ് ആകാൻ പോകുന്നൊരു സ്ഥലമുണ്ടല്ലോ, അവിടേക്ക് നമുക്ക് പോവാം. പ്ലീസ് എന്റെ കൂടെ വാ. എനിക്കിനി അങ്ങനൊരു സ്ഥലമില്ല. കോംപ്രമൈസ് എന്ന വാക്കുമില്ല. പലതും ഉറക്കെ വിളിച്ച് പറയണമെന്ന് എനിക്കുണ്ട്. ഞാനതൊക്കെ എന്റെ നെഞ്ചിനുള്ളിൽ അടക്കി അമർത്തി വെക്കുക. ഇനി നമ്മളല്ല നമുക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നേ. അതിന്റെ കാലം കഴിഞ്ഞു. ഇനി സംസാരിക്കേണ്ടത് നമുക്ക് അന്യരായിട്ടുള്ളവരായിരിക്കും. സഞ്ജുവിന് സഞ്ജുവിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ദേ, ഇനി എന്റെ വഴിക്ക് വരരുത്. സഞ്ജു തടഞ്ഞ വഴിമുട്ടി നിൽക്കുന്ന ഒരു പെണ്ണല്ല സ്വാതി. മനസ്സ് മുറിവേറ്റവളാ ഞാൻ. സ്വാതി, ശ്രീകുട്ടി, നീ കാണിച്ചത് തികഞ്ഞ അവിവേകമാണ്. ഡിവോഴ്സ് എന്ന് വെച്ചെന്താ, കളിയാണോ? അത് ദേഷ്യം വരുമ്പോ പറയാൻ കൊള്ളാം. ദൈവം കൂട്ടിച്ചേർക്കുന്ന വിവാഹം അത് മറന്നു കളയരുത്. അങ്ങനെയെങ്കിൽ അമ്മൂനെയും സഞ്ജുനെയും ദൈവമല്ലേ അച്ഛ കൂട്ടിച്ചേർത്തെ? കേട്ടറിവ് വെച്ച് ദൈവനിയോഗം പോലെയാ സഞ്ജു ഇവിടെ എത്തിയതും അമ്മുന്റെ കഴുത്തിൽ താലി കെട്ടിയതും. ശരിക്കും
അച്ഛൻ പറയുന്ന ദൈവനിയോഗം അതല്ലേ? അച്ഛനെന്താ ഉത്തരം മുട്ടിപ്പോയോ? നീ ഇതിന് ചാടി പുറപ്പെടുന്നതിന് മുൻപ് നീ എന്നോടൊരു വാക്ക് ചോദിച്ചു. നിന്റെ വിവാഹം നടത്തിയത് ഞാനല്ലേ? ഞാനിത് പറഞ്ഞ അച്ഛൻ സമ്മതിക്കില്ല എന്നറിഞ്ഞു തന്നെയാ ഞാൻ ഒറ്റയ്ക്ക് അഡ്വക്കേറ്റിനെ കാണാൻ പോയത്. സഞ്ജു അമ്മുവിന്റെ കൂടെയാണ് ജീവിച്ചെങ്കിൽ നീ ഇപ്പൊ ഡിവോഴ്സ് ആവശ്യപ്പെടുന്നതിന് കാര്യമുണ്ടെന്ന് പറയാം. എന്താണ് സംഭവിച്ചതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. ഒന്ന് ക്ഷമിക്കാനുള്ള മനസ്സ് നിനക്ക് കാണിച്ചുകൂടെ? ക്ഷമിക്കാൻ കഴിയുമ്പോഴാ മനുഷ്യൻ മനുഷ്യനാവുന്നു. നീ അമ്മുവിനെ സഞ്ജുവിനെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചെങ്കിൽ നീ ക്ഷമിക്കുക തന്നെ ചെയ്യും. ഞാൻ അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാ സ്വയം ഒഴിഞ്ഞു മാറാൻ തീരുമാനിച്ചത്. നീ ഒഴിഞ്ഞു പോയാൽ അവരൊരുമിച്ച് ജീവിക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? നീ ചെയ്യാൻ പോകുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ കാണിക്കാൻ പോകുന്നതേ അങ്ങേയറ്റത്തെ വിഡിത്തോ. സഞ്ജുവിനും അമ്മുവിനും ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന് നിനക്കറിയാം. ഡിവോഴ്സിന് ശേഷം ശ്രീദേവിയോ അച്ഛനോ സഞ്ജുവിനെ നിർബന്ധിച്ചാൽ പോലും നിന്റെ സ്ഥാനം അമ്മു ആഗ്രഹിക്കില്ല. പിന്നെ എന്തിനാ നീ അതിനിറങ്ങി പുറപ്പെട്ടത്? അതിനെനിക്ക് മറുപടി ഉണ്ടച്ച. സഞ്ജുന് 2 ഭാര്യമാര് വേണ്ട, ഒരാള് മതി. നിയമപരമായി ഞാൻ ഒഴിഞ്ഞു പോയ പിന്നെ സഞ്ജുന്റെ ഭാര്യ അമ്മോ. ഇന്നും സഞ്ജു കെട്ടിയ താലി കഴുത്തിലണിഞ്ഞ് സീമന്തത്തില് കുങ്കുമവും ചാർത്തി അമ്മ നടക്കുന്ന ഭർത്താവ് ഉണ്ടായിട്ടല്ലേ അവളത് തുടർന്ന് പോകുന്നേ? ചേച്ചി സ്നേഹിച്ച ആള് അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് അമ്മു അത് ഒഴിവാക്കാതിരുന്ന്? അമ്മു എന്തൊക്കെ ഒഴിവ് പറഞ്ഞാലും ഞാൻ വിവാഹമോചനം തേടിപ്പോയാ സഞ്ജുന്റെ അമ്മ അമ്മുവിനെ വിടില്ല. ഓർമ്മ നഷ്ടമായ സമയത്ത് സഞ്ജുവിന്റെ ഭാര്യ ചമഞ്ഞ് കുറെ നാള് ജീവിച്ചല്ലേ അവള്. അതിന്റെ മുൻപരിചയം ഉള്ളതുകൊണ്ട് സാഹചര്യത്തോടെ ഇണങ്ങിച്ചേരാൻ അമ്മുവിന് അധിക കാലമൊന്നും വേണ്ടി വരില്ല. ഞാൻ ഒഴിഞ്ഞു കൊടുക്കാനെടുത്ത തീരുമാനത്തിന്ന് ഒരടി പോലും പിന്നോട്ട് പോവില്ല. ഇതെന്റെ ഔദാര്യമായിട്ട് അമ്മുവും കാണട്ടെ. മോളെ, അച്ഛൻ ഈ മകളെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇനി എന്നെ തടയില്ല. അച്ഛൻ പേടിക്കണ്ട. ഇനി ഞാൻ അവിവേകമൊന്നും കാണിക്കില്ല. ഞാൻ ജീവിക്കുക തന്നെ ചെയ്യും. അന്ന് മനസ്സ് കൈവിട്ട് പോയപ്പോ ഞാനൊരു സാഹസം കാണിച്ചു. അതാണ് ജീവിതമെന്ന് കണ്ടു. ഇപ്പൊ സ്വാതി അങ്ങനെയല്ല. ഒരു പെണ്ണിന് ജീവിക്കാൻ എന്തിനു പുരുഷന്റെ തണൽ? അവളുടെ തണലില് പുരുഷനാ ജീവിക്കുന്നത്. അതാണ് സത്യം. ഡിവോഴ്സ് ഒന്ന് കിട്ടട്ടെ, ഞാൻ ഈ നാട് വിട്ടു പോവും. നമുക്ക് പോവാച്ച. അച്ഛൻ എപ്പോ വേണമെങ്കിലും US ആ കമ്പനിയിൽ ജോലി കിട്ടും. എല്ലാം മറക്കാനും നല്ലൊരു ജോലി കണ്ടെത്തി ജീവിക്കാനും ഏറ്റവും നല്ല സ്ഥലം അത് തന്നെയാ. എല്ലാം ആലോചിച്ചിട്ടാ ഞാൻ ഈ നീക്കത്തിന് ഇറങ്ങിയത്. അച്ഛൻ തളർന്നു പോവാതിരുന്നാ മതി. കാലികളില്ലാത്ത മോളേക്കാൾ വലിയ വിധിയാണോ ഇത്? എന്റെ അച്ഛൻ ഭാഗ്യവാനാ. അച്ഛന്റെ മോളായി ഞാനും.
ഇത് വല്ലാത്തൊരു ശിക്ഷയായി പോയല്ലോ. കയ്യിലുണ്ടായിരുന്ന ലിക്കറൊക്കെ തീർന്നു. ഇതിനകത്തിരുന്ന് എനിക്കിനി ഭ്രാന്ത് പിടിക്കും. ഈ വഴിയാണല്ലോ ഭക്ഷണം കൊടുത്ത പാത്രമായിട്ട് കവിതപ്പിച്ച് പോയത്. ഇവൾ ഇവിടെ വന്നോ? ഹലോ. ഹലോ, ദക്ഷമ്മയല്ലേ? അതെ. ലച്ചു അല്ലേ? അതെ. എന്താ ലച്ചു? ദക്ഷമ്മേ, ജാക്കിയുടെ കാര്യം പറഞ്ഞില്ലേ? അതെ, അവനാ ഇപ്പൊ കവിതയുടെ സഹായി. അല്ല, എന്താ നീ ഇപ്പൊ അത് ചോദിക്കാൻ? മംഗലശ്ശേരി വീടിന്റെ പരിസരത്തെങ്ങാനും നീ അവനെ കണ്ടോ? കണ്ടില്ല, പക്ഷേ ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? കവിത ചേച്ചി ആർക്കോ ഭക്ഷണം കൊടുത്തൊരു പ്ലേറ്റുമായിട്ട് പുറത്തുനിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. ഇവളെ തീർത്ത് കളയാൻ പറ്റിയ സമയം. പക്ഷെ കവിത മേടത്തോട് ചോദിക്കാതെ പറ്റില്ല. എന്നിട്ട് നീ ഒന്നും ചോദിച്ചില്ലേ? ചോദിച്ചു, പക്ഷേ വ്യക്തമായ മറുപടിയൊന്നും കവിത ചേച്ചി പറഞ്ഞില്ല. എനിക്കെന്തോ സംശയം തോന്നി. സംശയിക്കാനൊന്നുമില്ല. അവൻ ഇന്നലെ രാത്രി ആ വീടിന്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടായിരുന്നു. അവൻ വന്നിട്ടുള്ളത് നിന്നെ ലക്ഷ്യം വെച്ച് തന്നെയാ. ദേ ലച്ചു, നീ സൂക്ഷിക്കണം. നിന്നെ ഞാൻ പേടിപ്പിക്കാൻ പറയുന്നല്ല. എനിക്കത് മനസ്സിലായി. ഔട്ട് ഹൗസിലോ മറ്റോ ഒളിച്ചിരിപ്പുണ്ടോന്നാ എന്റെ സംശയം. ഏയ്, അതിനുള്ള ധൈര്യം കവിത കാണിക്കില്ല. അല്ല, കുറച്ചു നാളായിട്ട് അങ്ങോട്ടൊന്നും ആരും പോവാറില്ല. നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഔട്ട് ഹൗസിനടുത്ത് നിൽക്കുക. നീ വേഗം അവിടുന്ന് തിരിച്ചു പോ. പറയുന്ന അനുസരിക്കേ. ശരി ദക്ഷമ്മേ, ഞാൻ പോവാം. ജസ്റ്റ് മിസ്. പെണ്ണാളെയും കൂട്ടി വന്ന ശവം വീഴും. അച്ഛൻ വീണ്ടും എന്നെ ഉപദേശിക്കാൻ വന്നയാണോ? എങ്കിൽ അച്ഛൻ എന്റെ വിഷമം മനസ്സിലാക്കിയിട്ടില്ലെന്ന്
സങ്കടത്തോടെ എനിക്ക് പറയേണ്ടി വരും. മോളും മനസ്സിലാക്കിയതിനേക്കാളും അച്ഛൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ വേദന അച്ഛൻ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. മോൾ ഇപ്പം മാത്രമല്ലേ ആ സത്യം അറിഞ്ഞിട്ടുള്ളൂ. അതിനേക്കാൾ മുമ്പേ ഞാൻ അറിഞ്ഞതാ. സഞ്ജുവാണ് അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. അച്ഛാ, അതേ മോളെ, ഒരിക്കൽ അമ്മുവിന്റെ ഭർത്താവ് ആരാണെന്നറിയാൻ നീ എന്നെ പെരുവണ്ണാപുരത്തേക്ക് അയച്ചത് ഓർമ്മയുണ്ടോ? അന്ന് തെളിവോടെ ഞാൻ ആ സത്യം അറിഞ്ഞതാ. ക്ഷേത്രത്തിലെ മുന്നിലെ കടയിൽ മറയായി വെച്ചിരുന്ന സഞ്ജുവിന്റെയും അമ്മുവിന്റെയും പഴക്കം തോന്നിയ ഒരു ഫ്ലെക്സ് ബോർഡ് കാറ്റിൽ പറന്ന് എന്റെ മുന്നിൽ വന്ന് വീണു. എന്നിട്ട് അച്ഛൻ എന്നോട് വിവരം പറഞ്ഞോ? എന്നിട്ട് എന്ത് നേടാനാ മോളെ? അന്ന് ലച്ചുവിനെ വിളിച്ച് ഞാൻ ചോദിച്ചു. അവൾ എൻ്റെ കാല് പിടിച്ച് കരഞ്ഞു. അമ്മോന് ഒരിക്കലും സഞ്ജുവിനെ ഭർത്താവായി സ്വീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഞാൻ ഈ വിവരം നിന്നോട് പറഞ്ഞ അവൾ ജീവൻ കൊടുക്കുമെന്ന് എൻ്റെ കാലിൽ ചുറ്റിപ്പിടിച്ച് കരഞ്ഞു പറഞ്ഞ ഞാൻ പിന്നെ എന്ത് ചെയ്യും മോളെ? അവളത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഞാനത് കണ്ടതാ. വിവാഹത്തിന് മുമ്പ് ഇതൊക്കെ നടന്നെന്നുള്ള കാര്യം അച്ഛൻ ഓർക്കണം. അന്ന് അച്ഛൻ ഇതെന്നോട് പറഞ്ഞിരുന്നെങ്കിൽ താലി കെട്ടാൻ സഞ്ജുവിന് ഞാൻ കഴുത്ത് നീട്ടി കൊടുക്കുമായിരുന്നോ? അച്ഛൻ എന്നെ ചതിച്ചു. എല്ലാം അറിഞ്ഞു വെച്ച് എന്തിനച്ഛൻ എന്നോട് ഈ ചതി ചെയ്തു? പറയാമായിരുന്നില്ലെന്ന് ചോദിച്ചാ എനിക്കത് പറയാമായിരുന്നു. ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ നീ ഇപ്പൊ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കില്ലായിരുന്നു. ഈ ജന്മം എന്റെ മോൾക്കൊരു ജീവിതം ഉണ്ടാകില്ലെന്ന് എനിക്കറിയാമായിരുന്നു. മക്കളുടെ കാര്യത്തില് അച്ഛനമ്മമാരെന്നും സ്വാർത്ഥരാ. മോളെ, ആ സ്വാർത്ഥത എനിക്കും ഉണ്ടായി. നീ അച്ഛനോട് പൊറുക്ക്. എന്നെ ഈ കുരുക്കിൽ കൊണ്ട് തള്ളിയത് സഞ്ജുവോ അമ്മോ അല്ല, എന്റെ അച്ഛനാ. ഇനി ഇതെന്റെ വാശി കൂടിയാ. ഇത്രയും വേഗം എനിക്ക് ഡിവോഴ്സ് വാങ്ങി പോണം. അച്ഛനിത് നിന്നോട് പറയാതിരിക്കാമായിരുന്നു. ഒരച്ഛൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഒരു മക്കളെയും ദുരന്തത്തിലേക്ക് തള്ളിവിടില്ല. 100 വട്ടം ആലോചിക്കും. അങ്ങനെ ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ഈ വിവാഹം നടക്കട്ടെ എന്ന് കരുതിയത്. നിന്റെ കാലുകൾക്കൊരിക്കലും ചലനശേഷി കിട്ടില്ലെന്നറിഞ്ഞ് നമ്മൾ മംഗലശ്ശേരിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അച്ഛൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞത് നീ ഓർക്കണം. ശ്രീകുട്ടി അനിയത്തിയെ പോലെ കാണുന്ന അമ്മൂനെ സഞ്ജു വിവാഹം ചെയ്യട്ടെ എന്ന്. അങ്ങനെ പറഞ്ഞത് അവനും അവൾക്കും എനിക്കും എല്ലാം അറിയാവുന്ന കാരണം കൊണ്ടാ. അവൻ താലി കെട്ടിയ പെണ്ണായതുകൊണ്ട്. എന്നിട്ടും അമ്മു അതിന് തയ്യാറായോ? അവള് വന്നെന്റെ കാലിൽ പിടിച്ചു പറഞ്ഞത് വീൽ ചെയറിലിരുന്ന് നീ കേട്ടതല്ലേ മോളെ? വനവാസത്തിന് പോയ രാമന്റെ കൂടെ ലക്ഷ്മണൻ എന്ന പോലെ അവള് നിന്റെ പിന്നാലെ വന്നു. മംഗലശ്ശേരി ഉപേക്ഷിച്ച അവള് നിന്റെ ഒപ്പം വന്നത്. അതിന് കാരണം
ഈ ഭൂമിയില് അവൾക്ക് ഏറ്റവും വലുത് നീയായിരുന്നു. നിന്റെ സുഖവും സന്തോഷവുമായിരുന്നു അവൾക്കുള്ള സന്തോഷമായിട്ട് അവൾ കണ്ടത്. നിനക്ക് വേണ്ടി അവള് അഖണ്ഡ ജ്യോതി ശിരസിലേറ്റി ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിൽ പൂജകളും വഴിപാടുകളുമായിട്ട് കയറിയിറങ്ങി. അതിന്റെ കൂട്ടത്തില് അവളുടെ പേരിൽ ഒരു അർച്ചന പോലും അവള് ചെയ്തിട്ടില്ല. അവൾക്കൊരു ജീവിതം കിട്ടാൻ വേണ്ടി അവള് പ്രാർത്ഥിച്ചിട്ടില്ല. എല്ലാം തന്റെ ചേച്ചിക്ക് വേണ്ടി മാത്രമായിരുന്നു. ഇന്ന് അവള് നെഞ്ചു പൊട്ടുന്നത് നിനക്ക് വേണ്ടി മാത്രമാ. അവളെപ്പോലൊരു പെണ്ണ് ലോകത്തെവിടെ ഉണ്ടാകും മോളെ? അവളെ അത്രയ്ക്ക് അറിഞ്ഞിട്ടാ അച്ഛൻ നിന്റെ വിവാഹത്തിന് തയ്യാറായത്. എന്ത് ചെയ്യാം, വിധി അവളെയും നിന്നെയും സഞ്ജുവിൽ കുരുക്കിയിട്ടു. ആരും ഒന്നും അറിയാതെ സംഭവിച്ചു പോയതല്ല.